കാത്തിരിപ്പിനൊടുവിൽ മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് യാഥാർത്ഥ്യമാകുന്നു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കോഴിക്കോട് മലബാർ മേഖലയിലെ ജനങ്ങളുടെ യാത്ര സുഗമമാകും. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതക്കുരുക്കഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് യാഥാർത്ഥ്യമാകുന്നത്. 2008 പ്രഖ്യാപിച്ച നഗരപാത വികസന പദ്ധതിയിൽ ഉൾപ്പെട്ട 7 റോഡുകളിലൊന്നായിരുന്നു ഇത്. എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം കാരണം പദ്ധതി വൈകുകയായിരുന്നു. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ 131 കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ മുന്നേ തന്നെ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി 270 കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ റോഡ് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഗതാഗത കുരുക്ക് വലിയ നിലയിൽ ബാധിക്കുന്ന നഗരമാണ് കോഴിക്കോട് നഗരം. ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നതിൻ്റെ കുരുക്കഴിക്കാനുള്ള ഒരു ആശ്വാസ പദ്ധതിയാണ് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ്. 131 കോടി രൂപയുടെ ഭരണാനുമതി ഒക്ടോബർ മാസം 10, 2023 ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകി. 8.5 കിലോമീറ്ററാണ് ഈ റോഡിൻ്റെ നീളം. 270 കെട്ടിടങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പൊളിച്ചു നീക്കിയിട്ടുള്ളത്. ഇതിൻ്റെ 1-2 വിഷയങ്ങൾ കൂടി പരിഹരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ടെൻഡർ സ്റ്റേജിലാണ്. ടെൻഡർ ചെയ്ത് റോഡ് പണി ആരംഭിക്കാം. റോഡ് പണി ആരംഭിച്ചാൽ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനാകും. അത് വലിയ മാറ്റമായിരിക്കും നഗരത്തിലുണ്ടാക്കുക. നഗരത്തിൽ മാത്രമല്ല, കോഴിക്കോട് മലബാറിലാകെ വരുന്ന ജനങ്ങൾക്ക് ഈ റോഡ് വലിയ ആശ്വാസമായി മാറും. റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ കുരുക്കഴിയുന്നത് നഗരത്തിലെ വലിയ ഗതാഗതക്കുരുക്കിന് മാത്രമല്ല, ദീർഘകാലത്തെ അനിശ്ചിതത്വത്തിനും പ്രതിഷേധത്തിനും കൂടിയാണ്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ മുത്തശ്ശി ബഹളം വെച്ചതിനെ തുടർന്നാണ് കുട്ടിയെ ഉപേക്ഷിച്ച്